വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് പൊന്നാനിയാണ്. രാവിലെ 7 മണിയാണ് ഇപ്പോൾ സമയം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഹരീന ഹോട്ടലിൽ മുട്ടപ്പത്തിരിയും ബീഫും കിട്ടും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. പൊന്നാനി വലിയ പള്ളിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഹനീന ഹോട്ടൽ ഉള്ളത്. രാവിലെ 5 മണി മുതൽ രാവിലെ 11 മണി വരെയാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം. അതുകൊണ്ട് ഏർലി മോർണിംഗ് നല്ല തിരക്കായിരിക്കും. ഞങ്ങളിവിടെ എത്തിയത് ഒരു 7 മണിക്കാണ്. അപ്പോൾ ഉള്ളൊരു തിരക്കാണ് ഈ കാണുന്നത്. ഇതിനേക്കാളും മുമ്പാണ് ഒരു 6 മണി 5 മണിക്കായിരിക്കും ഇവിടെ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇവിടുത്തെ മുട്ടപ്പത്തിരിയും ബീഫുമാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള വലിയ ഫെസിലിറ്റീസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടലൊന്നുമല്ല. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചെറിയ ഹോട്ടലാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് മുട്ടപ്പത്തിരിയും ബീഫും, അതാണ് മെയിൻ. പൊന്നാനിക്കാരുടെ ദേശീയ ഭക്ഷണം എന്നറിയപ്പെടുന്നത് ഈ മുട്ടപ്പത്തിരിയാണ് കേട്ടോ. ഈ ഒരു ഫുഡ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനും റോസി രാവിലെ തന്നെ ഇവിടെ എത്തിയത് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഭയങ്കര മഴക്കാറുള്ളൊരു അന്തരീക്ഷം ആയതുകൊണ്ട് നല്ല വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് സീറ്റിംഗ് വളരെ കുറവാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ പുറത്ത് ഒരു കുളം കാണാം, ആ കുളത്തിൻ്റെ പക്കത്തൊക്കെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ ക്യൂ ആണ്, നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം ക്യൂ നിൽക്കണം. ഞങ്ങൾ ചെന്ന സമയം അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേരം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് ലൈവായിട്ടാണ് ഇവരിവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം, മുട്ടപ്പത്തിരി എന്ന് കേൾക്കുന്ന സമയത്ത് അതിൽ എഗ്ഗ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് എല്ലാവരും വിചാരിക്കും. ആക്ച്വലി ഇതിൽ എഗ്ഗ് ഇല്ല. ഇതിൽ അരിപ്പൊടിയും മൈദപ്പൊടിയും പിന്നെ പപ്പടവും കൂടി ചേർക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. ഇതിൽ എഗ്ഗില്ല. അപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ വിചാരിക്കും അയ്യോ എഗ്ഗ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയില്ല. എഗ്ഗ് എന്നുള്ളത് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റേ അല്ല, പക്ഷേ പേര് മുട്ടപ്പത്തിരി എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഇവർ ലൈവായിട്ട് നമുക്ക് വേണ്ട എത്ര ഓർഡറാണ് കൊടുക്കുന്നത് അതനുസരിച്ച് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇവർ ഫുഡ് ഉണ്ടാക്കും. ഇതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഒരു പ്ലേറ്റാണ് ഓർഡർ ചെയ്തത്. ഒരു പ്ലേറ്റിന് 115 രൂപയാണ് കേട്ടോ. ഒരു പ്ലേറ്റിൽ 4 മുട്ടപ്പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടായിരിക്കും. 2 ചായയും വാങ്ങിച്ചു. അപ്പോൾ പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കുളക്കടവിലേക്ക് ഇതും കൊണ്ട് പോകുന്നതാണ്. ഇവിടെ നിന്നാണ് ട്രൈ ചെയ്തത്. ഇത് കഴിച്ചപ്പോഴുള്ള എൻ്റെ ജെനുവിൻ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ബീഫ് കറി ഇല്ലേ, നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ബീഫ് കറി, ആ ഒരു സെയിം ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മുട്ടപ്പത്തിരി ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് അതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ഭയങ്കര ഹൈപ്പ് കൊടുക്കാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരു ഓക്കേഷ് ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊള്ളാം, കഴിക്കാൻ കൊള്ളാം. ഫുഡൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് ആ കുളക്കടവിലിരുന്ന് കുറേ നേരം ചായ കുടിച്ച് സംസാരിച്ചു. നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമുക്ക് ആ ഒരു മോർണിംഗ് ടൈം മഴക്കാറ് കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ചിങ്ങനെ തിങ്ങി നിറഞ്ഞൊരു പൊന്നാനിയുടെ ഒരു ഭംഗി കണ്ടിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചേരം സംസാരിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു.